ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച അബ്ദുൽ നാസർ മദനി നാളെ കേരളത്തിലെത്തും. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള മദനിയുടെ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി മദനിക്ക് കേരളത്തിലേക്ക് വരാൻ അനുമതി നൽകിയത്. ആയുർവേദ ചികിത്സ അനിവാര്യമാണെന്നും പിതാവിന്റെ ആരോഗ്യനില വഷളായതിനാൽ അദ്ദേഹത്തെ കാണണമെന്നും ബംഗളൂരു സ്ഫോടന കേസ് വിചാരണയിൽ അന്തിമവാദം മാത്രമാണുള്ളതെന്നും മദനി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കർണാടക പോലീസ് അനുഗമിക്കണമെന്നും കേരള പോലീസ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശങ്ങളോടെയാണ് മദനിക്ക് കേരളത്തിലേക്ക് പോകാൻ സുപ്രീം കോടതി ഇളവ് അനുവദിച്ചത്. വിദേശത്തിരുന്ന് ഇന്ത്യയിൽ ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികളിൽ കേസിന്റെ സ്വഭാവം പരിഗണിച്ച് തീരുമാനം എടുക്കുമെന്ന് ഹൈക്കോടതി. ജാമ്യവ്യവസ്ഥ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത ശേഷം വിദേശത്തേക്ക് കടക്കുന്നവർ അവിടെയിരുന്ന് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ നിരീക്ഷണം. വിദേശത്തിരുന്ന് ഇന്ത്യയിൽ ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ കോടതികൾക്ക് പരിഗണിക്കാം. എന്നാൽ പ്രതി അന്വേഷണവുമായി സഹകരിക്കാനുള്ള സാധ്യതയും നാട്ടിലേക്ക് വരാനാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണിച്ചായിരിക്കണം തീരുമാനമെടുക്കേണ്ടതെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിഷയം ആദ്യം കൂടുതൽ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. വിദേശത്തിരുന്ന് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇടക്കാല ജാമ്യത്തിന് അർഹതയുണ്ടോ, അന്വേഷണത്തിലിരിക്കുന്ന കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് വിലക്കാനാകുമോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. SM ഷാഫി കേസിൽ വിദേശ രാജ്യത്തെ ചാരുകസേരയിലിരുന്ന് ഫയൽ ചെയ്യുന്ന ജാമ്യ ഹർജി പരിഗണിക്കേണ്ടതില്ലെന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടത്. എന്നാൽ വിജയ് ബാബുവിന് എതിരായ കേസിൽ വിദേശത്തിരുന്ന് മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യാമെന്നും അന്തിമവാദം നടക്കുമ്പോൾ ഹർജിക്കാരൻ സ്ഥലത്തുണ്ടായാൽ മതിയെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. സുശീൽ അഗർവാൾ കേസിൽ നിയമപരമായ നിയന്ത്രണമില്ലെങ്കിൽ ജാമ്യ ഹർജികളിൽ കോടതി അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്ന് സുപ്രീം കോടതിയും അഭിപ്രായപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങളെല്ലാം വിശദമായി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ച് വിദേശത്തുള്ളയാളുടെ മുൻകൂർ ജാമ്യ ഹർജിയും പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.